ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുരിങ്ങക്കായ തോരൻ എന്നും പറയാം, മെഴുക്ക് പുരട്ടി എന്നും പറയാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാം, പക്ഷേ നന്നാക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത്രയ്ക്ക് മുരിങ്ങക്കായ ഞാൻ എടുത്തിട്ടുണ്ട്, വലുത് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണല്ലോ പെട്ടെന്ന് തന്നെ ഉള്ളിലത്തെ നല്ല കഴുമ്പ് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എപ്പോഴും കറി വെക്കണമല്ലോ, സാമ്പാറിലിടും, പിന്നെ പരിപ്പ്, തക്കാളി, മുരിങ്ങക്കായ വയ്ക്കും, പരിപ്പ്, മുരിങ്ങക്കായ, മാങ്ങ വയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് വെച്ച് നോക്കാമെന്ന്. വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ തോല് കളയാനാണ് ബുദ്ധിമുട്ട്. ഇത് കടിച്ച് ചവച്ച് ഇങ്ങനെ തുപ്പാനൊന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. വലിയൊരു പിന്നെ അറിയാവർക്ക് അതിന് ഗുണങ്ങൾ, പിള്ളേർക്കൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ നന്നാക്കി എടുക്കാം കേട്ടോ. കുറച്ച് റിസ്ക്കാണ്, എന്നാലും നമുക്കത് കറി തോരൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ആവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് ചട്ടിയിലാണ് വയ്ക്കുന്നത്, സ്റ്റൗ കത്തിക്കും. ഇതിലേക്ക് കുറച്ച് സബോള, കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചത്, ഇത് കണ്ട അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി അതിൽ മതിയിട്ട്, അപ്പോൾ സവാള ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ സവാള എടുത്തു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഉള്ളി മൂത്ത് കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട, നമ്മൾ കടുക് വറുത്തിട്ട് അതിലേക്ക് ഇവിടെ ഈ മുരിങ്ങക്കായ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നാളികേരം, മുളക് പൊടി, പിന്നെ ഉള്ളി എല്ലാം കൂടി ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്, ഉള്ളി മുളക് മൂപ്പിക്കുന്നത്. ഇതിലേക്ക് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. അപ്പം മുരിങ്ങക്കായ ഇങ്ങനെ കടിച്ച് ചവച്ച് കഴിക്കണ ആ ടേസ്റ്റ് അല്ല ഇത് വേറെ ടേസ്റ്റ് ആട്ടാ. എല്ലാം ഇട്ടെടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേവിക്കണം. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പം ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കേണ്ടാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാൻ നോക്കാം കേട്ടോ. നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് മേലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ. അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം മേലെ വെച്ചെങ്കിലാണ് ഉള്ളിലത്തെ അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടാ. ഇത് വെന്ത് വരട്ടെ, ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് ഇഷ്ടപ്പെടും. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എന്താ ചെയ്യാൻ പോകണം നോക്കാം. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. എൻ്റെ മിക്ക തോരനിലേക്കും ഞാൻ മുട്ടയാണ് കേട്ടോ ഉടച്ചൊഴിക്കുക. നാളികേരം ചെറുകാൻ മടിയാണ് അതിന്. അപ്പോൾ നാളികേരം ചെരുക്കി പോലെ തന്നെ ആവുമല്ലോ, നാളികേരം ഇട്ട പോലെ തന്നെ ആവും. അപ്പോൾ നാളികേരം ഇട്ടിട്ടുണ്ട്, മുട്ടയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇറക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളാം. മുരിങ്ങക്കായനെ ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കി നോക്കാം കേട്ടോ. കണ്ടോ, സൂപ്പറല്ലേ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.